നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. ഈ അടുത്ത് വായിച്ച മലയാളത്തിലെ വളരെ വിശ്വവിഖ്യാതമായ ബെന്യാമിന്റെ നോവലായ ആടുജീവിതത്തിലെ പുറം ചട്ടയിലെ വരികളാണിവ. ജീവിതത്തിന്റെ വളരെ സങ്കീർണമായ തലങ്ങളിലേക്കും അനുഭവ സാക്ഷ്യങ്ങളിലേക്കുമാണ് ഈ ഒരു വരികൾ വിരൽ ചൂണ്ടുന്നത്. ആദ്യകാലഘട്ടങ്ങളിൽ കേരളീയരായിട്ടുള്ള മലയാളികൾ അറബ് ഗൾഫ് മേഖലകളിലേക്ക് ജോലി തേടിയും മറ്റും കുടിയേറുന്ന ഒരു അവസ്ഥ പതിവായിരുന്നു. ഇങ്ങനെ കുടിയേറിയവരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള മലയാളികൾക്ക് ഒട്ടനേകം ചൂഷണങ്ങൾ അക്കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്നു. കാരണം ഇന്നത്തേതുപോലെ സുസജ്ജമായ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ മറ്റ് അടിസ്ഥാന കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ചൂഷണങ്ങൾ പതിവായിരുന്നു. ഇങ്ങനെ ചൂഷണങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളെ അഭിമുഖീകരിച്ച മനുഷ്യരുടെ കഥകളിൽ നിന്നെല്ലാം അടർത്തിയെടുത്ത ഒരു ഏടാണ് ഈ ഒരു ആടുജീവിതം. എന്നല്ല, ഇത്തരത്തിലുള്ള മൺമറഞ്ഞുപോയ കേൾക്കാത്ത കഥകളിൽ നിന്നെല്ലാം ഈ ഒരു കൃതി പ്രതിനിധീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും കഥയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കഥയിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നജീബ് ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോവുകയും അങ്ങനെ ഗൾഫിലെത്തി എയർപോർട്ടിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ആശങ്കാകുലനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അർബാബ്, ഒരു അറബി കടന്നു വരികയാണ്. അദ്ദേഹത്തെയും കൂടെയുള്ള സഹയാത്രികനായിട്ടുള്ള ഹക്കീമിനെയും കൂടെ കൂട്ടി അദ്ദേഹം കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ യാത്ര തുടർന്ന് മരുഭൂമികളിലൂടെ ഒരുപാട് ദൂരം താണ്ടുകയാണ്. ഒരുപാട് നായികകൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരുവരും ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും ഹക്കീമിനെ അവിടെ ഇറക്കുകയും പിന്നീട് നജീബിനെ കൂട്ടി ഈ ഒരു അർബാബിന്റെ കൂടെ ഒരു മസറയിലേക്കാണ് എത്തിപ്പെടുന്നത്. മസറ എന്ന് പറയുമ്പോൾ ആടുകളെ വളർത്തുന്ന, ആടുകളെ പരിപാലിക്കുന്ന, ഒരു ആടുകളെ പോറ്റുന്ന ഒരു തൊഴുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് തന്നെ ഭീകരരൂപി എന്നൊരു കഥാപാത്രത്തെ നജീബ് കാണുന്നുണ്ട്. ഏകദേശം ആ സമയത്ത് തന്നെ നജീബിന് തന്റെ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മസറയിൽ ഒരുപാട് വർഷക്കാലം നജീബ് ജീവിക്കുന്ന കഥയാണ് ഇതിന്റെ പ്രമേയം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, നല്ല ഭക്ഷണങ്ങളില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ, ഒന്ന് വൃത്തിയിൽ കുളിക്കാതെ, ക്ഷൗര്യം ചെയ്യാതെ, പച്ചവെള്ളവും കുബൂസും കഴിച്ച് ഒരുപാട് നാളുകൾ തള്ളി നീക്കുകയാണ് അവിടെ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ മരുഭൂമിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക പോലും അസാധ്യമായിരുന്നു. കഥയിൽ ഒട്ടനേകം വൈകാരികമായ സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ഓരോ വൈകാരികമായ തലങ്ങളെയും സന്ദർഭങ്ങളെയും വായനക്കാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിൽ ഈ ഒരു ഗ്രന്ഥകാരൻ വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കഥയിൽ എന്നെ വളരെയധികം ആകർഷിച്ച, എന്നല്ല വളരെ സ്വാധീനിച്ച വികാരഭരിതമായ ഒരു രംഗം, അത് ഇത്തരത്തിൽ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ദുഃഖങ്ങൾ പങ്കുവെക്കാനോ കാര്യങ്ങൾ സംവദിക്കാനോ ഒരാളുമില്ലാത്ത അവസരത്തിൽ തന്റെ മസറയിലെ തന്നോടൊപ്പം ജീവിക്കുന്ന ആടുകൾക്ക് തന്റെ നാട്ടിലുള്ള ആളുകളുടെ പേരിടുകയാണ്. അങ്ങനെ നാടിന്റെ ഓർമ്മകളെ അയവിറക്കുകയാണ്. എത്രത്തോളം വികാരഭരിതമായ രംഗം! ഈ ഒരു രംഗം ആ ഒരു രംഗത്തിന്റെ തീക്ഷ്ണത, തീവ്രതയെ വിളിച്ചോതുന്നുണ്ട്. മാത്രവുമല്ല, വളരെ ലളിതമായ രീതിയിൽ, വളരെ സരളമായ ഭാഷയിൽ, ഭാഷയുടെ കെട്ടിക്കൊടുക്കുകളില്ലാതെ ഈ ഒരു കഥയെ മനോഹരമായി ഈ ഒരു ഗ്രന്ഥകാരൻ ആഖ്യാനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഒരു കഥയെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വളരെ സാഹസികമായി ഈ നജീബ് രക്ഷപ്പെടുകയും പിന്നീട് ജയിലിലെത്തി ജയിലിൽ തന്റെ സഹകൂട്ടാളികളോട് ഈ കഥയെ വിവരിക്കുന്ന ഒരു രൂപത്തിലാണ്. വളരെ മനോഹരമായി നിർമ്മിച്ചെടുത്ത ഈ ഒരു കഥയും ഈ ഒരു കഥാ ആശയങ്ങളും മലയാളികൾ എല്ലാ കാലത്തും വളരെ സ്വീകാര്യതയോടെയാണ് അതിനെ വരവേൽക്കുന്നത്. കാരണം മലയാളികളുടെ കഥ പറയുന്ന ഈ ഒരു കൃതി ഇന്നും മലയാളി ജനതയുടെ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ ഒരു പുസ്തകം ഇന്നും കേരളത്തിലെ നാനാവിധ ബുക്ക് സ്റ്റാളുകളിൽ വളരെ വീര്യത്തോടെ വിറ്റഴിക്കുന്നുണ്ട്.